നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് CPM-ന് രാഷ്ട്രീയമായി ഏറെ പ്രധാനമാണ്. തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിലൂടെ സർവ്വസന്നാഹങ്ങളും ഒരുക്കി ജീവൻ മരണ പോരാട്ടത്തിലാണ് CPM-ഉം ഇടതുമുന്നണിയും. പ്രചാരണത്തിൽ രണ്ടു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണെങ്കിലും UDF സ്ഥാനാർത്ഥി ആരേടൻ ഷൗക്കത്തിന് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് പാർട്ടിക്ക് ലഭിച്ച ആഭ്യന്തര റിപ്പോർട്ട്. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ആരേടൻ ഷൗക്കത്ത് 39% മുതൽ 42% വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 35 മുതൽ 39 വരെ വോട്ടിംഗ് ശതമാനമാണ് പ്രവചിക്കുന്നത്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ MLA PV അൻവർ 18% മുതൽ 20% വരെ വോട്ടുകൾ നേടുമെന്നും NDA സ്ഥാനാർത്ഥിക്ക് 2% മുതൽ 4% വരെ വോട്ടുകൾ ലഭിക്കുമെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. UDF സ്ഥാനാർത്ഥിക്കുള്ള ഈ നേരിയ മുൻതൂക്കം അട്ടിമറിക്കാൻ CPM വലിയ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വരും ദിവസങ്ങളിൽ മന്ത്രിമാർ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ പഞ്ചായത്തുകളിലും പൊതുസമ്മേളനങ്ങളെയും റാലികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇതുകൂടാതെ LDF സ്ഥാനാർത്ഥിക്കായി CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രചാരണത്തിനെത്തുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന മഹാകുടുംബയോഗങ്ങൾ MA ബേബി ഉദ്ഘാടനം ചെയ്യും. സാധാരണ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ CPM-ന്റെ ദേശീയ നേതാക്കൾ പങ്കെടുക്കാറില്ലാത്തതിനാൽ ഇതൊരു അസാധാരണ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ജൂൺ 16-നാണ് നിലമ്പൂരിൽ LDF-ന്റെ മഹാകുടുംബയോഗങ്ങൾ നടക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം സർക്കാരിന്റെ വിലയിരുത്തലായി രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നതിനാൽ ഇതിലെ തോൽവി മൂന്നാം പിണറായി സർക്കാർ എന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പഴുതടച്ച കാര്യക്ഷമമായ പ്രചാരണമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. നിലവിൽ CPM-ന്റെ മന്ത്രിമാരല്ലാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം നിലമ്പൂരിലുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും നേരിട്ടാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 2006-ൽ പാലോളി മുഹമ്മദ് കുട്ടി പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആദ്യമായാണ് ജില്ലയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. അതിനാൽ CPM-ന്റെ സംഘടനാ ശേഷി പൂർണ്ണമായും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കും. അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അസാധാരണ നീക്കമാണ് CPM-ന്റേത്. സാധാരണ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM-ന്റെ ദേശീയ നേതാക്കൾ പങ്കെടുക്കാറില്ല. ആ സ്ഥിരം ശൈലിയിൽ നിന്നും വ്യത്യസ്തമായാണ് നിലമ്പൂരിൽ പാർട്ടിയുടെ പ്രവർത്തനം. മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് അവശേഷിക്കുന്നത്. മുൻ MLA-യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്ന PV അൻവറിന് കത്രിക ചിഹ്നമാണ് അനുവദിച്ചിട്ടുള്ളത്. അടിസ്ഥാന വോട്ടുകളുടെ എണ്ണം എടുത്താൽ തന്നെ വ്യക്തമായി മേൽക്കൈയുണ്ടെന്നാണ് UDF-ന്റെ ആത്മവിശ്വാസം. എന്നാൽ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ ബന്ധങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രചാരണവും നേട്ടമുണ്ടാക്കുമെന്നാണ് LDF കണക്കുകൂട്ടൽ. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ടിനാണ് NDA ലക്ഷ്യമിടുന്നത്. പുതുക്കിയ അതിർത്തികളോടെ നിലമ്പൂർ മണ്ഡലം നിലവിൽ വന്നത് 2009-ലാണ്. പിന്നീട് നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 77% മണ്ഡലത്തിലെ ശരാശരി പോളിംഗ്. ഇതുപ്രകാരം ഇത്തവണ 1.80 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം. 3 തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് 2016-ലെ 66,354 ഇതിനോടൊപ്പം ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി ചേരുമ്പോൾ മോശമല്ലാത്ത ഭൂരിപക്ഷമാണ് UDF കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. ഈ ലക്ഷ്യത്തോടെ വന്യജീവി ശല്യം മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലെ വീഴ്ച വരെ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് UDF. CPM-ഉം ചില കണക്കുകൂട്ടലുകളിലാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് 2011-ലെ 60,733 പിന്നീട് 2 വട്ടവും വോട്ട് 80,000 കടന്നപ്പോഴാണ് വിജയതീരമണഞ്ഞത്. മുന്നണിക്ക് പുറത്തുനിന്ന് 15,000 മുതൽ 20,000 വോട്ട് 2 വട്ടവും ലഭിച്ചു. പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിന് പുറമെ മണ്ഡലത്തിൽ വേരുകളുള്ള M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനുഭാവി വോട്ടുകൾ കൂട്ടത്തോടെ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണവും മുന്നണിക്ക് പുറത്ത് വോട്ടുകൾ സമാഹരിക്കാൻ സഹായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ. തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് UDF-ന്റേതായിരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ഇടതു കേന്ദ്രങ്ങളിൽ. NDA 2016-ൽ ലഭിച്ച 12,000 വോട്ടിൽ കൂടുതലാണ് ഉന്നമിടുന്നത്.
രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ട വോട്ട് വിഹിതമാണ് അൻവറിന്റെ ലക്ഷ്യം.